തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത പദ്ധതിയാണ് ഓപ്പറേഷൻ ആനന്ദ. പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ കയ്യേറ്റങ്ങൾ പലതും ജില്ലാ ഭരണകൂടം ഒഴിപ്പിച്ചു. ബിജു രമേശിന്റെ ഉടമസ്ഥതയിലുള്ള രാജധാനി കെട്ടിടങ്ങൾ കയ്യേറ്റമാണെന്ന് കണ്ടതിനെ തുടർന്ന് പൊളിച്ചുമാറ്റാൻ ജില്ലാ കളക്ടർ നോട്ടീസ് നൽകി. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച ബിജു രമേശ് സ്റ്റേ വാങ്ങി. എന്നാൽ ഈ സ്റ്റേ ഒഴിവാക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്ന പരാതിയാണ് കേരള കോൺഗ്രസിനുള്ളത്. റവന്യൂ വകുപ്പ് ബിജു രമേശുമായി ഒത്തുകളിക്കുന്നുവെന്നും ജോസഫ് പുതുശ്ശേരി നൽകിയ കത്തിൽ ആരോപിക്കുന്നു. കേരള ഗവൺമെന്റ് വളരെ ആർജവത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതി തടസ്സപ്പെടുന്ന തരത്തിൽ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകാൻ സമയപരിധിക്കുള്ളിൽ അപ്പീൽ നൽകണമെന്ന ആവശ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് വേറെ ദുർവ്യാഖ്യാനമൊന്നും നടത്തേണ്ട കാര്യമില്ല. അതേസമയം ബാർകോഡ് ആരോപണം ഉന്നയിച്ചാലെ പ്രതികാരമാണ് കേരള കോൺഗ്രസിന്റേതെന്ന് ബിജു രമേശ് പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയപരമായ പകപോക്കലാണ്. ഇത് പറഞ്ഞതിന്റെ പേരിൽ, ഇവരുടെ അഴിമതികൾ പുറത്തു പറഞ്ഞതിന്റെ പേരിൽ എന്റെ കെട്ടിടം അനധികൃതമാണെന്ന് ചാനലിൽ പറയുന്നതല്ലാതെ കോടതിയിലോ റെക്കോർഡ്സിലോ ഒന്നും തന്നെ അവർ പറഞ്ഞിട്ടില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ ഇത് പൊളിക്കാനായിട്ട് നോട്ടീസ് വന്നു. കോടതിയിൽ പോയി കോടതി പറഞ്ഞ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഇതിൽ യാതൊരുവിധ അധികാരവും ഇല്ല എന്ന് പറയുകയും അങ്ങനെ ഒരു സ്വകാര്യ വസ്തു, ഒരാളുടെ വസ്തു ഡിസാസ്റ്റർ ഗവൺമെന്റിന്റെ ആവശ്യമുണ്ടെങ്കിൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ച് എടുക്കണമെന്ന് പറഞ്ഞ് കേസ് തള്ളുകയാണ് ചെയ്തത്. കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ മറ്റൊരു കാരണം കൂടിയാവുകയാണ് ഈ സംഭവം. മീഡിയ 1 തിരുവനന്തപുരം.